കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ നിസ്സീമമായ സ്വാഗതം. കണ്ണേറ് തട്ടിയാൽ അല്ലെ കണ്ണും ദോഷം കിട്ടിയാൽ ഉപ്പും മുളകും കൂടി ഒഴിഞ്ഞിടുന്നത് എന്തിന് ചോദ്യമാണ്. കണ്ണീർ കിട്ടിയാൽ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? തമിഴകത്തൊക്കെ കണ്ടിട്ടില്ലേ? തമിഴിലൊക്കെ ഉപ്പും കടുകും എല്ലാം കൂടെ എടുത്ത് അതിനോട് 2-3 മുളകും ഒക്കെ വെച്ചിട്ട് ഒഴിഞ്ഞിടുക. അതിനൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കണ്ണീർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ശക്തികൾ നമ്മുടെ ശരീരത്തിൽ തട്ടുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണല്ലോ കണ്ണ് കിട്ടുക. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം കേട്ടാ, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. പിന്നെ ഈ കണ്ണീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സാധനം. നല്ലൊരു വാഹനം എടുത്താൽ, നല്ലൊരു ഭൂമി മേടിച്ചാൽ, നല്ലൊരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചാൽ, നല്ലൊരു വാഴ വെച്ച് നല്ലൊരു കൊലയുണ്ടായാൽ ചുമ്മാ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നല്ല കൊലയാണെന്ന്. 10 സെക്കൻഡ് വേണ്ട താഴെപ്പം കരിഞ്ഞു പോകും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ കണ്ണീർ തട്ടുമ്പോൾ അന്തരീക്ഷത്തിലൂടെയാണ് ഇതിൻ്റെ പവർ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കണ്ണങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. ആൾക്കാരുടെ സാരിയോ അല്ലെങ്കിൽ ഷർട്ടോ കണ്ടിട്ട് നല്ലതാന്ന് പറയുക. നല്ല പഠിത്തം കണ്ടിട്ട് നല്ലതായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ പിറ്റേ ദിവസം തൊട്ട് ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കത്തില്ല. ഇതൊക്കെയുള്ള സംഭവമാണ്. അതിനാണ് നമ്മൾ ഉപ്പെന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുന്ന സാധനമാണ്. എന്ത് ദോഷത്തെയും നശിപ്പിക്കപ്പെടുന്ന സാധനം ഉപ്പും. മുളകെന്ന് പറഞ്ഞാൽ ധൂപം പോലെ പുകച്ച് കളയുന്നതും. കടുകെന്ന് പറയുന്നത് പൊട്ടുക, ഠം 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 എന്ന ശബ്ദം മന്ത്രങ്ങളിൽ പറയുന്നുള്ളൂ. ഠം എന്തിനാണ് ഉപയോഗിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു ഹും ഫട്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ വെടിവഴിപാട് നടത്തുന്ന ഹും ഫട്ട് എന്ന ശബ്ദം, അതാണ് വെടിവെട്ടുമ്പോൾ പെട്ടെന്ന് ഞെട്ടുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തോ പോയ പോലെ തോന്നും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില മന്ത്രങ്ങൾ ജപിച്ച്. ഇപ്പോൾ നമുക്ക് മന്ത്രം ഇപ്പോൾ പറയുന്നില്ല, മന്ത്രങ്ങൾ ജപിച്ച് ഒഴിഞ്ഞിടുന്ന ആൾക്കാരുണ്ട്. തീർത്തും കണ്ണീർ തട്ടിയിട്ട് ഒരു അവശ്യ നിലയിൽ കിടക്കുന്ന സമയത്ത് കണ്ണീർ തട്ടിയിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഒഴിഞ്ഞ് ഇടുന്നവരുണ്ട്. ഭസ്മം ജപിച്ചിടുന്നവരും ഉണ്ട്. ഭസ്മം ജപിച്ചിട്ട് കിണറ്റ് വെള്ളത്തിലിട്ടിട്ട് അതിട്ട് കുളിക്കുന്ന ആൾക്കാരുമുണ്ട്. ശരീരത്തിന് കണ്ണീർ തട്ടിയാൽ. ഈ കണ്ണീർ തട്ടാതിരിക്കാനാണ് നമ്മളൊരു കറുത്ത ഏറെങ്കിലും കെട്ടണം എന്ന് പറയുന്നത് അല്ലേ? ഭഗവാന് പോലും കണ്ണീർ തട്ടാറുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. നല്ല ആടയാഭരണങ്ങളൊക്കെ ഇട്ടാൽ, പഴയ കാലത്തെ രാജാക്കന്മാർ അതുകൊണ്ടൊക്കെയാണ് നല്ല എന്താ പറയുക, സ്വർണം, അതുപോലെ ചെമ്പ് മോതിരങ്ങൾ, ഇരുമ്പിൻ്റെ മോതിരമൊക്കെ എന്തിനാ ഇടുക? ചില സ്ത്രീകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണല്ലോ. രാത്രി പേടി കിട്ടായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തായാലും ലോകമുള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ എൻ്റെ അടുക്കൽ ഒരു സംഭവം കൊണ്ടുവന്നതാണ്. മറ്റാരും അറിയരുത്, ഇങ്ങനൊരു സംഭവമാണ്, എനിക്ക് കണ്ണ് കിട്ടിയതാണ്, ഒരാൾ എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഭസ്മം ജപിച്ചു കൊടുത്തപ്പോൾ മാറി. എന്തുകൊണ്ടാണ് ഇത് മാറുന്നേ? അതാണ് ആദ്യം ചിന്തിക്കുക. ഇങ്ങനെ ഒന്നില്ലേ പിന്നെ അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ എങ്ങനെ മാറുന്നു ഇത്? അപ്പോൾ അത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം കണ്ണീർ തട്ടിയാൽ ഉപ്പും വറ്റൽമുളകും കടുകും കൂടെ ഒഴിഞ്ഞ് തുപ്പുക എന്നാണ് പറയുന്നത്. ഉപ്പും എന്നും പറയേണ്ടൊരു തുപ്പും. ഇതെല്ലാം ശബ്ദത്തിന്, ഇതെല്ലാം മന്ത്രങ്ങളാണെന്ന്. സംസാരിക്കുന്നത് മന്ത്രമാണ്, ജപിക്കുന്നത് മന്ത്രമാണ്. ഒരാൾ വഴക്ക് പറയുന്നത് അത് മന്ത്രമാണ്. അതിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ, എൻ്റെ അച്ഛനോ മുത്തച്ഛനോ വിളിച്ചു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ എൻ്റെ മാതാവിനോ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചോര തിളയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മന്ത്രമാണ്. അല്ലെ പിന്നെ അമ്മ എന്ന് പറയുന്ന വാക്ക് നല്ലതല്ലേ, നല്ലതായിട്ട് പറയാനും ഉച്ചാരണ ശക്തിയോടെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മന്ത്രമായി ഇല്ലേ. അതിനാണ് മന്ത്രം ജപിക്കാൻ ഒരു ക്രമമുണ്ടെന്നൊക്കെ പറയാൻ. അതുകൊണ്ട് കണ്ണേറ് 99% ഉള്ളതാണ്, 101% ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നിടം വരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.